Welcome to a new episode of In Conversation. Today with us is Mr. A. N. Shamsi, who is the Speaker of the Kerala Legislative Assembly. In this interview, he is expected to talk to us on Kerala Legislature International Book Festival, Federalism, One Nation, One Election, and many more. Welcome, sir. 1957 മുതൽ ഇങ്ങോട്ട് കേരള നിയമസഭ രാജ്യത്തിലെ മറ്റ് നിയമസഭകളിൽ നിന്നും വ്യത്യസ്തമായി പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ഒരു നിയമസഭ എന്തുകൊണ്ടാണ് ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ കേരള നിയമസഭയെ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ എന്തെല്ലാം? കേരള IBFന്റെ തേർഡ് എഡിഷനാണ് 2025 ജനുവരി 7 മുതൽ 13 വരെ നിയമസഭാ കോംപ്ലക്സിൽ വെച്ച് നടക്കുന്നത്. ഇത്തരമൊരു ആശയം രൂപപ്പെടാൻ ഇടയായത് നിയമസഭയുടെ ലൈബ്രറിയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ്. 1921 കേരള നിയമസഭയുടെ ഭാഗമായ ലൈബ്രറി ഉണ്ടാവുന്നത്. അത് 100 വർഷം ആഘോഷിക്കുമ്പോൾ എന്തു ചെയ്യണം, അങ്ങനെയെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടത്താം എന്ന പൊതു നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തുകയും അതിൻ്റെ ഭാഗമാണ് കേരള IBF തേർഡ് എഡിഷൻ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം ഞങ്ങളിതിന് കൊടുത്ത ക്യാപ്ഷൻ വായനയാണ് ലഹരി, റീഡിങ് ഈസ് എൻ എഡിക്ഷൻ. കാരണം പുതുതലമുറ പല വഴിയിലും തെറ്റായി സഞ്ചരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡ്രഗ്സ് അബ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടം. നിയമസഭ ഉൾപ്പെടെ വളരെ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്തു. അടിയന്തര പ്രമേയങ്ങൾ വന്നു. ഇത്തരമൊരു ഘട്ടത്തിലാണ് വായനയാണ് ലഹരി എന്ന പേരിൽ ഇത്തരമൊരു സ്ലോഗൻ ഫോർവേഡ് ചെയ്തുകൊണ്ട് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടത്താൻ മുൻകൈയെടുത്തത്. വളരെ ഫ്രൂട്ട്ഫുള്ളായിരുന്നു, വളരെ സക്സസ് ആയിരുന്നു. ജനങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. നിയമസഭാ സാമാജികന്മാർ അക്രോസ് ദ പാർട്ടി ലൈൻ അവരെല്ലാം ഞങ്ങളുടെ കൂടെ നിന്നു. അതിൻ്റെ ഭാഗമായി നിയമസഭാ പുസ്തകോത്സവം ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയറായി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പുസ്തകോത്സവത്തിന് ഒരു കണ്ടിന്യൂവേഷൻ വേണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ നേരത്തെ എടുത്തതായിരുന്നു. അതോ ആദ്യത്തെ എഡിഷന് ശേഷം, അതായത് അതിന്റെ ഒരു സക്സസിന് ശേഷം മറ്റേ എഡിഷനിലേക്ക് നമ്മൾ പോകുകയാണ്? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്ലാൻ? ഇല്ല, അതിൻ്റെ തുടർച്ച ഉണ്ടാവണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള IBFന്റെ വാലഡിക്ടറി സെഷൻ പങ്കെടുത്തത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി സാറെ കൊണ്ട് തന്നെ ഞങ്ങൾ സെക്കൻഡ് എഡിഷൻ്റെ ലോഗോ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സക്സസ്സിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നതെങ്കിൽ ആ നിലയിലേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടിന്യൂസ് ആയൊരു പ്രോസസ്സാക്കി മാറ്റണം എന്നായിരുന്നു ഞങ്ങൾ ആലോചിച്ചത്. എപ്രകാരമാണോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്, മറ്റ് ഫെസ്റ്റിവലുകൾ മാതൃഭൂമിയുടെയും അതുപോലെ തന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അതിന് സമാനമായി ഏറ്റവും വലിയ ഫെസ്റ്റാക്കി ഇതിനെ മാറ്റണം. ലോകത്തെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ഫ്രാങ്ക്ഫർട്ട് ഫെസ്റ്റിവലാണ്, ബുക്ക് ഫെയറാണ്. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ജയ്പൂർ ബുക്ക് ഫെയർ ഫെസ്റ്റിവലാണ്. അതിന് സമാനമായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയറായി ഇത് മാറും. ഇതിൻ്റെ ഒരു പ്രത്യേകത ബുക്കിൻ്റെ വിൽപ്പനയാണ്. ഞങ്ങൾക്ക് തന്നെ എൻഷുർ ചെയ്യാൻ പറ്റുന്ന കാര്യം, നിയർലി 8 CR കഴിഞ്ഞ സെക്കൻഡ് എഡിഷനിൽ ഞങ്ങൾ 8.5 CRൻ്റെ പുസ്തകം വിറ്റിരുന്നു. അത് ഞങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങളൊരു ഓർഡർ ഇറക്കി ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി. MLA-മാരുടെ SDF-ൽ നിന്ന് 3 lakhs പുസ്തകം വാങ്ങിച്ച് സ്കൂൾസിനോ ലൈബ്രറിക്കോ കൊടുക്കാം. അപ്പോൾ അതൊരു എൻഷുറിംഗ് ആണ്. ഒപ്പം CSR ഞങ്ങൾ കളക്ട് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഭാഗമായി 8.5 CRൻ്റെ ബുക്ക് ഫെയർ സെയിൽ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. മറ്റൊരു ഫെയറിലും ഇങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തവണ 163 പ്രസാധകരിൽ നിന്ന് 250-ലേറെ ബുക്ക് സ്റ്റാളുകളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും കാണാൻ വരുന്നവർക്ക് ആഹ്ലാദിക്കാനും ആസ്വദിക്കാനും സാധിക്കുന്നൊരു ബുക്ക് ഫെയറായി ഇത് മാറുന്നതാണ്. ഈ പുസ്തകോത്സവം നമ്മുടെ രാജ്യത്തിന്റെ ഒരു മോഡലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റ് നിയമസഭകളിൽ നിന്നും നമ്മുടെ നിയമസഭയിലേക്ക് എൻക്വയറീസ് വരുന്നത്, ഇത് നമ്മൾ എങ്ങനെയാണ് ഈ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സ്പീക്കർമാർ നമ്മളെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട് ഈ പുസ്തകോത്സവം എങ്ങനെയാണ് കേരള നിയമസഭ സംഘടിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് പറയാം. കർണാടക സ്പീക്കർ ശ്രീ UT ഖാദർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഓർഗനൈസിങ്. അതുപോലെ മറ്റ് സംസ്ഥാന നിയമസഭകളിലെ സ്പീക്കർമാരോട് വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഹൗ യു ആർ കണ്ടക്ടിങ് ദിസ് ബുക്ക് ഫെയർ. So we had explained them how we are conducting this book fair. Last time UP speaker has came here, Satish. He also asked how you are conducting this book fair. അതുകൊണ്ട് ബുക്ക് ഫെയറിനെ കുറിച്ച് ഇന്ത്യയിലെ തന്നെ മറ്റ് അസംബ്ലികളിലെ സ്പീക്കർമാർക്കും അസംബ്ലികൾക്കും ഇതെങ്ങനെയാണെന്ന് അറിയാനുള്ള കൗതുകമുണ്ട്. അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം എഡിഷനിലേക്ക് കടന്നിരിക്കുകയാണ്.
ആദ്യത്തെ എഡിഷനും രണ്ടാമത്തെ എഡിഷനും ഇനി ഇപ്പോൾ നടക്കുന്ന മൂന്നാമത്തെ എഡിഷനും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ താങ്കൾ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ ഈ KLIBF എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകോത്സവമായി മാറ്റണം എന്നുള്ള ഒരു ആശയം താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതുപോലെ ഈ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നടത്തുന്നത്? ഞങ്ങളിതിൽ കോൺസെൻട്രേറ്റിംഗ് പരമാവധി ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ നിരവധി ടോക്ക് ഷോകൾ നടക്കുന്നുണ്ട്. ഓതേഴ്സ് ഷോ, ടോക്ക് ഷോ ഉണ്ട്, പിന്നെ ഡിബേറ്റ്സ് ഉണ്ട്, പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോ ദിവസവും കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ വലിയ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കുട്ടികളെ പരമാവധി എത്തിക്കുന്നുണ്ട്. കാരണം ഒരു സ്റ്റേജിലാണ് കുട്ടികളെ നമുക്ക് വായനയിലേക്ക് തിരിച്ചുവിടാൻ പറ്റുക. അത് മിക്കവാറും ടീനേജാണ്. ആ ടീനേജിലേക്ക് കുട്ടികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ഞങ്ങൾ വിവിധ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ചില പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ കൂടി ഇതിൻ്റെ ഭാഗമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ബുക്ക് ഫെയറിന് വലിയ അപ്രിസിയേഷനാണ്, വലിയ അപ്ലോസാണ് അക്രോസ് ദ പാർട്ടി ലൈൻസ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബുക്ക് ഫെയർ, കാരണം ബുക്ക് ഫെയറിൻ്റെ പ്രത്യേകത ഇവിടെ കാണാൻ വന്നിട്ടില്ലെങ്കിൽ ഒരു മോശമായി പോകുന്നൊരു ഫീൽ വന്നു. അതൊരു വലിയ കാര്യമാണ്. നിയമസഭ പുസ്തകോത്സവം എപ്പോഴാണ്? ആളുകൾ ഞങ്ങൾക്ക് വരണ്ടേ? അപ്പോൾ സംസ്ഥാനത്തിനെമ്പാടും ആളുകൾ ഇത് കാണാൻ വന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവായി പോകുന്നതിൻ്റെ ഭാഗമായി ആളുകളിങ്ങനെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നുണകൾ സത്യമായി പ്രചരിപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെയാണ് ഈ ശാസ്ത്രചിന്തകൾ, അതുപോലെ തന്നെ പുരോഗമന ആശയങ്ങൾ എന്നിവയെല്ലാം തടയുക എന്നുള്ള ഒരു ലക്ഷ്യം വലിയ രീതിയിൽ പല കോണുകളിൽ നിന്നായി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പുസ്തകോത്സവം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാഹിത്യ ചർച്ചകൾ അല്ലെങ്കിൽ മറ്റ് സംഭാഷണങ്ങൾ എന്നിവ ഒരു ബദൽ സൃഷ്ടിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? അല്ല, ഈ പോസ്റ്റ് ട്രൂത്ത് ഇറയാണല്ലോ ഇത്, സത്യാനന്തര കാലം. സത്യം ചെരിപ്പിടുമ്പോഴേക്കും ലോകം ചുറ്റുന്നതാണ്. അതിന് സമാനം ഒരുപാട് അനുഭവങ്ങൾ വ്യക്തിപരമായി തന്നെ എനിക്ക് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പാണ്. ഞങ്ങളെക്കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്ന മൗഢ്യമായ ധാരണയൊന്നുമില്ല. പക്ഷേ ഒരു റെസിസ്റ്റൻസാണ്. കൾച്ചറൽ മേഖല, പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ പലതരത്തിലുള്ള പ്രതിലോമകരമായ ആശയങ്ങൾ കടന്നു വരാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ മുന്നിൽ നിയമസഭ നിൽക്കണം എന്ന പൊതുബോധത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ബുക്ക് ഫെസ്റ്റിവൽ നടത്തുന്നത്. ഞങ്ങൾ നിരവധി ടോക്സ് ഉണ്ട്, ടോക്ക് ഷോകളുണ്ട്. അക്രോസ് ദ സ്റ്റേറ്റ്, അക്രോസ് ദ വേൾഡ് പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന റൈറ്റേഴ്സ് വരുന്നുണ്ട്. അവരൊക്കെ അവരുടെ ആശയങ്ങൾ കൈമാറും. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ആളുകൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ബുക്ക് ഷോയായി, ലിറ്റററി ഫെസ്റ്റിവലായി ഇത് മാറുമെന്നാണ് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ KLIBF-ൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന പബ്ലിഷേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വ്യക്തിത്വങ്ങളും ഇവിടെ ഇത് പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 2022 ബുക്ക് പ്രൈസ് വിന്നറൊക്കെ ഇവിടെ ഈ നമ്മുടെ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഈ KLIBF അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സംശയവും വേണ്ട. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറി ഇതിൽ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെസ്റ്റിവലിനോട് കമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബുക്ക് ഫെയറാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ഇതൊരു ലെജിസ്ലേച്ചർ കോംപ്ലക്സാണ്, ഇതിൻ്റെ ഒരു വേദി. ഈ ലെജിസ്ലേച്ചർ കോംപ്ലക്സിനകത്ത് എളുപ്പത്തിൽ ആൾക്ക് കയറാൻ പറ്റില്ല നോർമൽ ഡേയ്സിൽ. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു പെർമിഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് കാണാനും ആളുകൾ വരുന്നുണ്ട്. അയ്യോ, ഇവിടെ ഒരു ആളുകൾ പ്രവേശിക്കാൻ സാധിക്കാത്തൊരു സ്ഥലത്ത് ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഫ്രീ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെയും കുറേ ആളുകൾ ഇത് കാണാൻ വരുന്നുള്ളത് ശുഭകരമായ കാഴ്ചയാണ്. എന്തായാലും നല്ല റെസ്പോൺസാണ് 1നും 2നും ലഭിച്ചത്. അതേ റെസ്പോൺസ് 3rd എഡിഷനും ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായി ഉന്നയിക്കപ്പെടുന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് ഈ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ ഫെഡറലിസത്തിനെ കുറിച്ച് പറയും. അപ്പോൾ ഈ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഒരു നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതുപോലെ നമ്മുടെ നിയമസഭയ്ക്ക് എന്താണ് ഇത് ചെയ്യാൻ കഴിയുന്നത്? ഈ ഫെഡറലിസത്തിനെതിരായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയ്ക്കെതിരെ ചിന്തിക്കുന്നത്. ഭരണഘടന പറയുന്നത് എന്താ? ശക്തമായ സംസ്ഥാനം, സുശക്തമായ കേന്ദ്രം. പക്ഷേ സംസ്ഥാനങ്ങളുടെ പവേഴ്സ് എടുത്തുകളനുസരിച്ച് കേരളം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് ആവശ്യമായി ലഭിക്കേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കേന്ദ്രം കൊടുക്കുന്നില്ല. അത് ശരിയല്ല. കേരളത്തിന് ആവശ്യമായി ലഭിക്കേണ്ട സപ്പോർട്ട് ഫിനാൻഷ്യൽ കൊടുക്കണം. കാരണം ഇപ്പോൾ GST വിഹിതം പോലും കൊടുക്കുന്നില്ല. നിയമസഭയിൽ ഒരുപാട് തവണ ഡിബേറ്റ് ചെയ്തു. എത്രയോ കോടിക്കണക്കിന് രൂപ കിട്ടാൻ 56,000 കോടിയോ മറ്റോ സംസ്ഥാനത്തിന് ന്യായമായി ലഭിക്കേണ്ടത് കൊടുക്കുന്നില്ല. ഇപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടായി വയനാട്ടിൽ. അതൊരു നാച്ചുറൽ കലാമിറ്റിയായി പ്രഖ്യാപിക്കാൻ വേണ്ടി സമരം നടത്തേണ്ടി വന്നു ഒരു സ്റ്റേറ്റിന്. എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ സന്ദർശിച്ചവർക്കറിയാം വയനാട്ടിലെ മുത്തങ്ങയിൽ മേപ്പാടിയിലുണ്ടായ ദുരന്തം.
ആ മേപ്പാടി ദുരന്തം ഹൃദയമുള്ളവരെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കും. അത്തരമൊരു കലാമിറ്റി നാഷണൽ കലാമിറ്റിയായി പ്രഖ്യാപിക്കാൻ പോലും സമരം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഫെഡറലിസം. സംസ്ഥാനവും കേന്ദ്രവും എന്നുള്ളതിൽ കേന്ദ്രം കൂടുതൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് പ്യൂർലി അൺഫെയർ. വൺ നേഷൻ വൺ ഇലക്ഷൻ കോൺസെപ്റ്റ് എന്താണ് താങ്കളുടെ അഭിപ്രായം അതിനെപ്പറ്റി? വൺ നേഷൻ വൺ ഇലക്ഷൻ ഈസ് ആൻ അഗെയിൻസ്റ്റ് അവർ കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് അഗെയിൻസ്റ്റ് ഇന്ത്യസ് ഐഡിയ. ഇന്ത്യ ഒരു ആശയമാണ്. ആശയം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവർ, വ്യത്യസ്ത വസ്ത്രരീതിയുള്ളവർ, വ്യത്യസ്ത സംസ്കാരമുള്ളവർ, അവരെല്ലാം യോജിപ്പിക്കുന്ന ആശയമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക? അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത്തരം ചിന്ത തന്നെ എഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, എഗെയിൻസ്റ്റ് ഇന്ത്യ എന്ന ഐഡിയക്കെതിരായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെതിരെ ചെറുത്തിൽ ഉയർന്നു വരും. ഭരണഘടനക്കകത്ത് തന്നെ അങ്ങനെ നടത്താൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ റൂളിംഗ് ഫ്രണ്ടിൽ അങ്ങനെ ഒരു മെജോറിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഒരു പാർലമെന്ററി സിസ്റ്റത്തിൽ അതിപ്പോ രാജ്യസഭയായിരുന്നാലും ലോക്സഭയായിരുന്നാലും അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളായിരുന്നാലും അതിനെ കൺട്രോൾ ചെയ്യുന്ന ചെയർ ഇമ്പാർഷ്യൽ ആയിരിക്കണം എന്ന് പറയാറുണ്ട്. നമ്മൾ റീസെന്റ് ഇപ്പോൾ കാണുകയുണ്ടായി, നമ്മുടെ രാജ്യസഭ ചെയർമാനെതിരായിട്ട് അവിടുത്തെ പ്രതിപക്ഷം ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ പുറത്താക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ നിയമസഭയുടെ കാര്യം തന്നെ എടുത്തിരുന്നാൽ ഈ കഴിഞ്ഞ സെഷനിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു സ്പീക്കർ ഇമ്പാർഷ്യലായി അല്ല പെരുമാറുന്നത് എന്നൊക്കെ പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഒരു ഹൈലി പൊളിറ്റിക്കലി ചാർജ് അറ്റ്മോസ്ഫിയർ ആയ നിയമസഭയിൽ സ്പീക്കർക്ക് ഇമ്പാർഷ്യലായി പെരുമാറാൻ കഴിയും എന്ന് താങ്കൾക്ക് തോന്നുന്നു? സോഫാർ ഇമ്പാർഷ്യലായി നിന്നിട്ടുണ്ട്. സോഫാർ അങ്ങനെ തന്നെ നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സ്പീക്കർ ഇപ്പോൾ വിത്തൗട്ട് എനി ഇൻട്രസ്റ്റാണ്, ഒരു താല്പര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലാതെ ഒരു പക്ഷവും പിടിക്കാൻ നിൽക്കുന്ന അൺബയസ്ഡായി നിൽക്കുന്നവരാണ്. ആ ഫീല് തന്നെയാണ് ഇപ്പോൾ എനിക്കുള്ളത്. ആ അഭിപ്രായം തന്നെയാണ് യു ഡി എഫ് ചില ദുർബലമായ പ്രതിപക്ഷം ദുർബലമായ ചില വിമർശനങ്ങൾക്കപ്പുറത്ത് അതിനൊന്നും ഞങ്ങൾ ഗൗരവമായി കാണുന്നില്ല. ആ നിലയിലല്ല, മറിച്ച് നിഷ്പക്ഷമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ഫീൽ. അത് ആ നിലയിൽ തന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പുതുതലമുറയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടുള്ള ഒരു ഡിസ്എൻഗേജ്മെന്റിനെ പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുകയുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു വോട്ടർ ടേൺ ഔട്ടിലെ യങ് ജനറേഷനിലെ കുറവ്. ഒരു സ്പീക്കർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അതിലിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, വി ഹാഡ് ടു ഗീവ് ലിറ്ററസി, കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി ടു ദ പീപ്പിൾ. ആ ഒരു ഘട്ടമാണിത്. ഭരണഘടനാ സാക്ഷരതയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ഘട്ടമാണ്, പ്രത്യേകിച്ച് ഭരണഘടനയ്ക്ക് സാബോട്ടേഷൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ. അതോടൊപ്പം ഓരോ പൗരനും മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ റൈറ്റാണ് വോട്ടിംഗ് റൈറ്റ്, അദ്ദേഹത്തിൻ്റെ റൈറ്റാണ് അഭിപ്രായം പറയാന്നുള്ളത്. അത് ആ നിലക്ക് തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ വോട്ടിങ്ങിൻ്റെ ഭാഗമായി എല്ലാവരും വരണം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സമൂഹം വളരെയധികം അപകടം ചെയ്യും. കേരള നിയമസഭ മുന്നോട്ട് വെച്ച മറ്റൊരു നൂതനമായ ഒരു ആശയമായിരുന്നു പേപ്പർലെസ് നിയമസഭ എന്നുള്ളത്. എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സ്റ്റേറ്റസ്? ഇല്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വേദിയാണ്. ആ നിയമസഭക്കകത്തുള്ള ഈ കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റം ഒരു ഫൈൻ മോർണിംഗിൽ പേപ്പർലെസ് ആക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. അപ്പോൾ പ്രോസസ് ഈസ് ഗോയിങ് ഓൺ. അത് വളരെ പെട്ടെന്ന് തന്നെ പ്യൂർലി പേപ്പർലെസ് ആക്കി മാറ്റാൻ പാകത്തക്ക നിലയിലുള്ള ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്.